കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പലരും പറയും കല്യാണം കഴിക്കണ്ടായിരുന്നു. കല്യാണം കഴിച്ചവർ പലരും പറയും കല്യാണം കഴിക്കണ്ടായിരുന്നു. അബദ്ധമായി പോയി, തെറ്റ് ചെയ്തു, കുഴിയിൽ ചാടിപ്പോയി. കല്യാണം കഴിച്ചവരിൽ ഒരു നല്ല ശതമാനം, ഒരു 90-95% ആളുകളും പറഞ്ഞത് അബദ്ധമായി പോയി, ചെയ്യണ്ടായിരുന്നു എന്നാണ്. കല്യാണം കഴിക്കാൻ പോകുന്നവരോട് ഉപദേശിക്കും, ഈ ചിരി എത്ര നാൾ കാണാം, ഞങ്ങൾ ഇതിനേക്കാൾ നല്ല സന്തോഷത്തിലായിരുന്നു, വരാൻ പോകുന്ന പൂരം നേരിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോഴും ആത്മീയ ഗോളത്തിലും ലോകപ്രകാരമുള്ള കാഴ്ചയിലും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. എന്നാൽ ദൈവമാണ് കുടുംബം സ്ഥാപിച്ചത്. ഏകനായി നടക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ഏകനായി നടക്കുമ്പോഴല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്നത്. ദൈവമാണ്. അല്ല, ഒരിക്കലും ആദം പറഞ്ഞില്ല ഞാൻ ബോറായി, എത്ര കാലം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും, സകല മൃഗങ്ങൾക്ക് ഇണയുണ്ട്, എനിക്ക് മാത്രം ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാനാണ്, എത്ര കാലം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമെന്നൊന്നും ആദം എന്ത് ചെയ്തില്ല, ദൈവത്തോട് കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞില്ല. ആദം വളരെ തിരക്കിലായിരുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ താൻ വളരെ വ്യാപൃതനായിരുന്നു. യഹോവയായ ദൈവം നോക്കുമ്പോഴാണ് എല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു. പക്ഷെ ഒന്ന് മാത്രം നല്ലതായിട്ട് ദൈവം തോന്നിയില്ല. അതൊന്നുമല്ല, അത് മറ്റൊന്നുമല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നത് മാത്രം നന്നല്ല എന്ന് ദൈവം കണ്ടു. അങ്ങനെ ദൈവം തന്നെയാണ് തക്കതായ ഒരു തുണയെ ദൈവം നൽകുവാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാം, ഇണകളുമുണ്ട്, തുണകളുമുണ്ട്. ഇണകളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ടുമുട്ടും, പിന്നീട് പിരിഞ്ഞു പോകും. എന്നാൽ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അവർ ഒന്നിച്ചു നിൽക്കും. അതാണ് വിവാഹ സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും മരണം നമ്മെ തമ്മിൽ വേർപിരിവിക്കും വരെ എന്ത് ചെയ്യണം? ഉത്തമ ഭർത്താവായി, ഉത്തമ ഭാര്യയായി ഞാൻ നിന്നോട് ചേർന്ന് ജീവിച്ചു കൊള്ളാമെന്നും ദൈവസഭയെയും ദൂതന്മാരെയും സ്വർഗത്തെയും സാക്ഷി നിർത്തിയാണ് തീരുമാനമെടുക്കുന്നത്. ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ചിലത് 2 ദിവസം കൊണ്ട് അവസാനിക്കുന്നു, ചിലത് ഒരാഴ്ച കൊണ്ട് അവസാനിക്കുന്നു, ചിലത് ഒരു മാസം കൊണ്ട്. ഇപ്പം നടക്കുന്നത് ഏകദേശം ഫാസ്റ്റ് ഫുഡ് പോലെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഒരു നല്ല ശതമാനം അടിച്ച് പിരിഞ്ഞു പോവുകയാണ്. എന്നിട്ട് അടുത്ത മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ രണ്ടുപേരും അഡ്വർടൈസ്മെന്റ് ഇടുകയാണ്. ഇങ്ങനെ ലോകം മുന്നോട്ട് പോകുമ്പോൾ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നോക്കണം. കുടുംബമില്ല എങ്കിൽ പിന്നെ സഭയില്ല, സഭയില്ലെങ്കിൽ പിന്നെ സമൂഹമില്ല. നോക്കണം, നമുക്ക് അറിയാം, കുടുംബജീവിതം തകർന്നു കഴിഞ്ഞാൽ, കുടുംബജീവിതത്തിന്റെ അടിത്തറ ഇളകി കഴിഞ്ഞാൽ ഒന്നാമത്തെ കുടുംബത്തെ നശിപ്പിച്ചത് പിശാചാണ്. ഒന്നാമതായി ഈ ഭൂമിയിൽ പിറന്ന മകൻ ഒന്നാമത്തെ കൊലപാതകിയായി തീരുവാനിടയായി തീർന്നു. പിശാചിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും വിഷയങ്ങൾ ഇട്ട് എന്ത് ചെയ്യും? അത് ഭാര്യയിലൂടെ ആണെങ്കിലും ഭർത്താവിലൂടെ ആണെങ്കിലും ഒന്നാമത് പ്രാർത്ഥനാ ജീവിതം നിർത്തിക്കളയും, ഒന്നിച്ചുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കും. അങ്ങനെ പെതുക്കെ കുടുംബജീവിതത്തിൽ അസ്വരസങ്ങളുണ്ടായി, അവിശ്വസ്തതകളുണ്ടായി, അങ്ങനെ ഇങ്ങനെ അകന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കേരളത്തിൽ ഒരേ ഒരു കുടുംബ കോടതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുടുംബ കോടതി ഉണ്ട്. അവിടെയും കേസുകൾ തീരാതെ വണ്ണം കെട്ടിക്കിടക്കുകയാണ്. ഇനി ഓരോ ജില്ലകളിലും വീണ്ടും അഡീഷണൽ ആയിട്ട് കുടുംബ കോടതികൾ വേണം. കാരണം കേസുകൾ തീരുന്നില്ല, അതുപോലെ കുമിഞ്ഞു കൂടുകയാണ്. എന്ന് വെച്ചാൽ തകരുന്ന കുടുംബ ബന്ധങ്ങൾ. നമ്മൾ ലോകം മുഴുവനും നേടിയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മുടെ കുടുംബത്തെയെങ്കിലും നേടണം. നമുക്കറിയാം, ലോത്തിന് തൻ്റെ കുടുംബത്തെ പോലും നേടുവാൻ കഴിഞ്ഞില്ല. പക്ഷേ നമുക്കറിയാം, നോഹ
ആ കാലഘട്ടത്തിൽ മുഴുവൻ ജനവും വഷളത്തലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അശുദ്ധിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, മുഴുവൻ ലോകവും പാപത്തിലാണ് കിടക്കുന്നത്. ജീവനുള്ള ദൈവമായ യഹോവയെ അന്വേഷിക്കുന്നവരാരുമില്ല. പക്ഷേ വചനം പറയുന്നു, അതിൻ്റെ നടുവിലും, ഇത്ര പാപമംഗുലമായ മ്ലേച്ഛത നിറഞ്ഞ ലോകത്തിൻ്റെ നടുവിലും നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നു. ഇത് നമുക്ക് തരുന്ന നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര അശുദ്ധിയുടെ നടുവിൽ ജീവിച്ചാലും, എത്ര പാപമംഗുലമായ ലോകത്തിലായിരുന്നാലും നാം വിചാരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് നീതിയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് അതിന് കൃപ തരും എന്ന് നാം വിശ്വസിക്കാം. സ്തോത്രം. നമ്മുടെ കുടുംബജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ഭദ്രമായി സൂക്ഷിക്കണം. നമുക്കറിയാം, എത്രയോ ദൈവദാസന്മാരും ആത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന എത്രയോ ദൈവദാസന്മാരുടെ കുടുംബജീവിതങ്ങളാണ് തകർന്നു പോയത്. ഇതൊരു പളുങ്ക് പാത്രമാണ്. ഇത് വളരെ മനോഹരമാണ്. ഒരു ഫ്ലവർ വേസ് കാണുമ്പോൾ എത്ര മനോഹരമാണ്. എന്നാൽ അത് ശരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് ഒരു അബദ്ധത്തിൽ അത് തട്ടി താഴെ വീണ് കഴിഞ്ഞാൽ, മാർബിൾ തറയിൽ വീണ് കഴിഞ്ഞാൽ അത് ചിന്നിച്ചിതറിപ്പോകുവാനിടയായിത്തീരും. ലോകത്തിലെ എത്ര എഞ്ചിനീയർമാർ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും അത് പഴയതുപോലെ ആർക്കും ആക്കി തീർക്കുവാൻ കഴിയത്തില്ല. പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നാൽ ഇതെല്ലാം കൂടെ വാരിക്കെട്ടി ഒരുവന്റെ അടുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര തകർന്നടിഞ്ഞ കുടുംബജീവിതമാണെങ്കിലും പുതുക്കി പണിയുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതം ഇത് നമ്മളിങ്ങനെ തൂത്തും തുടച്ചുമൊക്കെ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. നമ്മളിതിനെ ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ മനോഹരമായ ഒരു പാത്രമാണ്. പക്ഷെ ഇതിനെ ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടി പിടിച്ച് അകത്തും പുറത്തും എല്ലാം പൊടി പിടിച്ചും ക്ലാവ് പിടിച്ചും തുരുമ്പിച്ചും അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുവാനും അതിൻ്റെ നിലനിൽപ്പ് നഷ്ടപ്പെടുവാനും ഇടയായിത്തീരും. പിന്നെ എത്ര തൂത്തെന്ന് പറഞ്ഞാലും ആ ക്ലാവും ആ കറയും അല്ലെങ്കിൽ ആ തുരുമ്പൊന്നും പോകത്തില്ല. ഇത് എന്ത് ചെയ്യണം? എപ്പോഴും ഇങ്ങനെ തൂത്ത് തുടച്ച്, എന്ന് വെച്ചാൽ കുടുംബജീവിതം എപ്പോഴും വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതെപ്പോഴും വെട്ടിത്തിളങ്ങുന്നത് ആയിരിക്കണം. അതേപോലെ തന്നെ ഇത് ഓക്കെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർക്ക് 33 വർഷങ്ങൾ ദൈവം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചു, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു. പക്ഷേ അവരുടെ പടക് തകർന്നു പോകാതെ ദിവസങ്ങൾ കഴിയും തോറും കുടുംബജീവിതത്തിൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും വിശ്വസ്തതയും വർദ്ധിച്ചു വരുവാൻ ദൈവം അവർക്ക് കൃപ ചെയ്യുമാറാകട്ടെ. വില്യം കേറിയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ കടന്നു വന്നും ഭയങ്കരമായ പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ സാഹചര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പം കൊട്ടാരത്തിൽ നിന്നും കുടിലേക്കും എന്ന് വെച്ചാൽ യാതൊരു ഫെസിലിറ്റികളും ഇല്ലാത്ത, ഇവിടെ വന്ന് ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ താൻ കടന്നുപോയി. തൻ്റെ മകൻ മരിക്കുവാനിടയായി തീർന്നു. തൻ്റെ ഭാര്യ ഡൊറോത്തി മാനസികമായി രോഗിയായി തീരുവാനിടയായി തീർന്നു. ആ രോഗം അനുദിനം വർദ്ധിച്ചു വരുവാനിടയായി തീർന്നു. തനിക്ക് തൻ്റെ ഭാര്യയെ ശ്രദ്ധിക്കുവാൻ നോക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. താൻ തൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് ഒരു മാനസിക രോഗ ആശുപത്രിയിൽ കൽക്കട്ടയിൽ അഡ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി കുതിരവണ്ടിക്കകത്ത് കൊണ്ടുപോയി. അവിടെ പോയി അഡ്മിറ്റ് ചെയ്തു. 1 വർഷത്തേക്കുള്ള മുഴുവൻ പണവും അവിടെ അടച്ചു. തൻ്റെ ഭാര്യയെ അവർക്ക് കൈമാറി. എന്നിട്ട് താൻ മടങ്ങി തൻ്റെ കുതിരവണ്ടിക്കകത്ത് കയറി വീട്ടിലേക്ക് വരുവാൻ വേണ്ടി പോകുമ്പോൾ താൻ ഒരു കാര്യം ഓർക്കുവാനിടയായി തീർന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് UK തൻ്റെ വിവാഹത്തിൻ്റെ ആ സമയം താൻ ഓർക്കുവാനിടയായി തീർന്നു. ദൈവദാസന്മാർ തൻ്റെ ഭാര്യയെയും തൻ്റെയും കൈ ചേർത്ത് പിടിച്ചും തങ്ങൾ ഏറ്റുപറഞ്ഞ സാക്ഷ്യവാചനങ്ങൾ, അവരെടുത്ത പ്രതിജ്ഞ അദ്ദേഹം ഓർക്കുവാനിടയായി തീർന്നു.
അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആ ഓത്ത്, ആ പ്രതിജ്ഞ കടന്നു വരുവാനിടയായി തീർന്നു. സുഖത്തിലും ദുഃഖത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, സന്തോഷത്തിലും സന്താപത്തിലും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിന്നോട് ചേർന്നും നിനക്ക് ഉത്തമ ഭർത്താവായിരുന്നു കൊള്ളാമെന്നും ഞാൻ ഉടമ്പടി ചെയ്യുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ആ വചനം ഇരച്ചു കയറുവാനിടയായി തീർന്നു. പെട്ടെന്ന് കുതിരവണ്ടിക്കാരനോട് വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞു. അദ്ദേഹം വീണ്ടും ഹോസ്പിറ്റലിലെത്തി തൻ്റെ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വീണ്ടും ഭാര്യയെയും കൂട്ടി താൻ വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തിൽ ഇനി താൻ വലിയ തിരക്കേറിയ മനുഷ്യനാണ്. 6 ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ താൻ ഉന്നത ഉദ്യോഗസ്ഥനാണ്. പിന്നെ ഗുജറാത്തിയിലും കോളേജുകളിൽ അദ്ദേഹം പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. വളരെ വളരെ തിരക്കുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ എടുത്ത തീരുമാനത്തെക്കാൾ വലിയ വേറെ ഒരു ശുശ്രൂഷകളുമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ എടുത്ത തീരുമാനത്തെ മാറ്റിക്കളഞ്ഞിട്ട് ചെയ്യുന്ന എത്ര വലിയ ശുശ്രൂഷകളാണെങ്കിലും അത് ദൈവം അംഗീകരിക്കുകയില്ല. ആ ഒരു ദൈവഭയം തൻ്റെ ഉള്ളിലേക്ക് വരികയും ദൈവത്തോട് കാണിച്ച ഉടമ്പടി താൻ പാലിക്കണമെന്ന് ഓർത്ത് തൻ്റെ ഭാര്യയെ മടക്കിക്കൊണ്ടുവന്നു. 4 വർഷങ്ങൾ അതികഠിനമായ ജീവിതത്തിലൂടെ തൻ്റെ ഭാര്യ കൂടുതൽ ഭ്രാന്തിയായി മാറുവാൻ, വയലൻ്റായി തീരുവാൻ ഇടയായിത്തീർന്നു. ഒരു ദിവസം താൻ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് എന്തോ ഒന്ന് കണ്ട് ഞെട്ടി ഉണർന്നതുപോലെ താൻ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ ഒരു കത്തി തൻ്റെ നേരെ പാഞ്ഞു വരികയാണ്. തൻ്റെ ഭാര്യ തൻ്റെ തലയിൽ വലിയ കത്തി കുത്തി ഇറക്കുകയാണ്. ഒരു നിമിഷം താനൊന്ന് തിരിഞ്ഞു. ആ കത്തി നേരെ ബെഡിനകത്ത് വന്ന് തറയ്ക്കുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനത്തെ അനുഭവം തൻ്റെ ജീവിതത്തിൽ, എങ്കിലും അവൾ അറിഞ്ഞുകൊണ്ടല്ല, അവൾ രോഗിയായതുകൊണ്ടാണ്, അവൾ മാനസികമായ രോഗത്തിന് അടിമയാണ്. തൻ്റെ ഭാര്യയെ താൻ ശുശ്രൂഷിച്ചു. സകല പ്രവൃത്തികളും താൻ നിർത്തിവെച്ചു. 4 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ ഈ ലോകം വിട്ട് യാത്രയാകുവാനിടയായിത്തീർന്നു. അദ്ദേഹം സംതൃപ്തിയോട് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എടുത്ത തീരുമാനം പൂർത്തീകരിക്കുവാൻ എനിക്കിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിലെ ഏതു വലിയ ശുശ്രൂഷയായിരുന്നാലും ദൈവത്തിൻ്റെ മുമ്പാകെ എടുക്കുന്ന തീരുമാനത്തെക്കാൾ വലിയ ഒരു തീരുമാനമില്ല. പലപ്പോഴും കുടുംബജീവിതത്തെ പലരും നിസ്സാരമായിട്ടാണ് കാണുന്നത്, ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും ഭാര്യ പറയുന്നത് ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും ഭർത്താവ് പറയുന്നത് ശ്രദ്ധിക്കാറില്ല. ഒരിക്കലും നമ്മുടെ കുടുംബജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. എപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ നാഥൻ, യജമാനൻ നമ്മുടെ കർത്താവായിരിക്കണം. കർത്താവ് പണിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ മാനുഷികമായി നമ്മൾ എത്ര പരിശ്രമിച്ച് ഭാര്യയെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ, ഇനി ലോകത്തിലുള്ള എന്തൊക്കെ വാങ്ങിച്ച് ഭാര്യയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഭർത്താവിനെ ഏതൊക്കെ രീതിയിൽ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചാലും, ദൈവത്താൽ ആയിരിക്കണം എല്ലാം. ദൈവമായിരിക്കണം എല്ലാത്തിനുമെല്ലാം. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടത്തിൽ, കുടുംബങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുടെയും പേര് വരുവാൻ ഇടയായിത്തീരും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അതെ, നമ്മൾ ഹിസ്റ്ററി മേക്കേഴ്സായി, ചരിത്രം എഴുതുന്നവരായി തീരുവാൻ, ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമ്മുടെയും പേര് വരുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് എനിക്ക് തന്ന തുണയെ ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങ് എനിക്ക് തന്ന ജീവിത പങ്കാളിയെ ഞാൻ അനുഗ്രഹിക്കുന്നു. എനിക്ക് തന്ന കൂട്ടവകാശിയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഭൂമിയിൽ യഹോവയാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, അഹോരാത്രം അധ്വാനിക്കുന്ന, വിശ്വസ്തയോടെ വേല ചെയ്യുന്ന ഒരു കുടുംബമാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യമായിട്ട് TPM ചർച്ചിലാണ് ഞാൻ കേരളത്തിൽ പോകുവാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുത്തെ ആ അച്ചടക്കവും അവിടുത്തെ ആ ആരാധനാ രീതികളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവിടുത്തെ 2 ഉപദേശങ്ങളാണ് ഞാൻ അവരോടത് പറയുകയും, ഇത് തെറ്റാണ്, ഇതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയത്തില്ല. വീഡിയോ കാണുന്നുണ്ടോ? ഓക്കെ. ഇത് അവരെ ഒരേ ഒരു കാര്യം, ഒന്ന് കുടുംബത്തെ അവരെന്ത് ചെയ്യുന്നു, വേർപിരിക്കുന്നു. കുടുംബമായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ
അവരെന്ത് ചെയ്യുന്നു? കുടുംബത്തെയും അവർ വേർപെടുത്തുന്നു. ഭാര്യ കാസർഗോഡാണെങ്കിൽ ഭർത്താവിനെ ചെന്നൈയിലേക്ക് വിടും, കുഞ്ഞുങ്ങൾ രണ്ടുപേരെ, ഒരാളെ തിരുവനന്തപുരത്തും ഒരാളെ പിന്നെ വേറെ എവിടെയെങ്കിലേക്കും, എന്ന് വെച്ചാൽ കുടുംബത്തെ ചിതറിച്ച് കളയുന്നു. ഇതൊരിക്കലും ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ദൈവം യോജിപ്പിച്ച കുടുംബത്തെ ഒരിക്കലും അത് വേർപെടുത്തുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. പിന്നെ രണ്ടാമതായി വിവാഹം വിലക്കുന്നു. വിവാഹം വിലക്കുക എന്ന് പറഞ്ഞാൽ അത് ഭൂതങ്ങളുടെ ഉപദേശമാണ്. നമുക്കറിയാം, ബൈബിളിൽ എത്രയോ കുടുംബങ്ങളാണ് കുടുംബമായി ദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്നതും. ലുദിയയും കുടുംബവും, അക്കിലാവും പ്രിസ്കില്ല, അവർ കുടുംബമായിട്ടാണ് പൗലോസിന്റെ കൂടെ മിഷണറി യാത്രകളിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നതും അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ രണ്ട് ഉപദേശങ്ങൾ ഞാൻ ശക്തമായിട്ടും, എനിക്ക് അന്ന് അത്ര വലിയ ബൈബിളിൽ ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും ഇത് ഉള്ള ദൈവം തന്ന വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് തുറന്നു പറയുകയും ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിനി ഇവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുവാനായിട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞും ഞാൻ അവിടെ നിന്ന് പോകുവാനിടയായി തീർന്നു. എല്ലാം നല്ലതാണ്, പക്ഷേ ഒരു ശകലം നമുക്കറിയാം, പലപ്പോഴും പലരും ഈ ദുരുപദേശങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഏറ്റവും ഭയങ്കര നല്ല മെസ്സേജ് ആയിരിക്കും, നല്ല വചനമായിരിക്കും. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഈ ദുരുപദേശവുമായിട്ടായിരിക്കത്തില്ല ഈ ആളുകൾ വരുന്നത്. വചനത്തിനകത്ത് നോക്കണം, ഈ വിഷം കലർത്തുന്നതിനകത്ത് ഏതിനകത്താണ്? ഒരു ഗ്ലാസ് നിറച്ചും പാലായിരിക്കും, പാലിനകത്ത് ഒരു തുള്ളി വിഷം മാത്രമേ ചേരുന്നുള്ളൂ. ജ്യൂസിനകത്തായിരിക്കും, ഭക്ഷണത്തിനകത്തായിരിക്കും ഈ വിഷം, ഒരു തുള്ളി വിഷം ഇടുന്നത്. വിഷം കാണാനില്ല, വിഷം അതിൻ്റെ ഒരു ശകലം പോലും, ഒരംശം മാത്രമേ ഉള്ളൂ. മുഴുവനും പാലാണ്, മുഴുവനും ഭക്ഷണമാണ്, മുഴുവനും ജ്യൂസാണ്. നോക്കണം, ഈ വചനമാണ്, മുഴുവനും വചനമാണ്, മുഴുവനും ബൈബിളിലുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ശകലം വിഷം ചേർക്കുന്നത്. ഓരോ ശകലം വിഷം മതി മനുഷ്യന്റെ ജീവനെ എടുത്തു കളയുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നോക്കണം, നമ്മൾക്ക് ശരിക്ക് ദൈവാത്മാവിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ ദുരുപദേശകരെ നമുക്ക് കണ്ടുപിടിക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഞാൻ ആ ഭാഗം വിടുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷകരമായ, ആനന്ദകരമായ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും, ഇല്ലായ്മയുടെ സമയത്ത്, കഷ്ടതയുടെ സമയത്ത് കൂടുതൽ ഗാഢമായ, കൂടുതൽ ദൃഢമായ ആത്മീയ ബന്ധം ഉണ്ടായിത്തീരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതും. ഇതെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ഗിരിപ്രഭാഷണം, പ്രധാനപ്പെട്ട 5, 6, 7 മത്തായി സുവിശേഷത്തിലെ 3 അധ്യായങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് സകല ലോകത്തോടും കൊടുക്കുന്ന സന്ദേശങ്ങളാണ്. അതിനകത്ത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏകദേശം എല്ലാ ഉപദേശങ്ങളും അതിനകത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് ഒന്നാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ആത്മാവിൽ നാം ദരിദ്രരായി ജീവിക്കണം. ആത്മാവിൽ ദരിദ്രരായിരിക്കണം. നോക്കണം, ആത്മീകമായി ദരിദ്രരാകണമെന്നല്ല, ആത്മീകമായി നമ്മൾ ഒരിക്കലും ദരിദ്രരാകരുത്. ആത്മീകമായി നമ്മൾ സമ്പന്നരായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ആത്മാവിൽ എപ്പോഴും നാം വിശപ്പുള്ളവരായിരിക്കണം, ആർത്തിയുള്ളവരായിരിക്കണം, ദരിദ്രരായിരിക്കണം. എത്ര ഭക്ഷിച്ചാലും, എത്ര കുടിച്ചാലും, എത്ര കഴിച്ചാലും, എത്ര ഭക്ഷിച്ചാലും വിശപ്പ് നമ്മളിൽ എന്ത് ചെയ്യണം? വിട്ടുപോകരുതും. വിശപ്പുള്ളവരായിരിക്കണം, ആത്മദാഹമുള്ളവരായിരിക്കണം, ആത്മീയ വിശപ്പുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മളോട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരിക്കലും തികഞ്ഞവരായി എന്നുള്ള ഒരു ചിന്ത, അഹങ്കാരം ഒരിക്കലും ഹൃദയത്തിൽ വരരുത്. നോക്കണം, പലരും പറഞ്ഞിട്ടുണ്ട്, ബൈബിളിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു. ബൈബിൾ മുഴുവൻ ഞാൻ അരച്ച് കലക്കി കുടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ അനേകം പ്രാവശ്യം ബൈബിൾ വായിച്ചു, എനിക്ക് മുഴുവനും ബൈബിൾ അറിയാം. പ്രിയപ്പെട്ടവരും, ബൈബിളൊന്നും ആർക്കും ഇതുവരെയും അത് പഠിച്ചു തീർക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം കടലിൽ നിന്നും ഒരു ചെറിയ പാത്രം കൊണ്ട്, അല്ലെങ്കിൽ ഒരു തുടം കൊണ്ട് വെള്ളം കോരി പറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്.
ഒരിക്കലും കടലിലെ വെള്ളം കോരി പറ്റിക്കുവാൻ ഉലകത്തിൽ ആര് ശ്രമിച്ചാലും നടക്കത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും ക്ലെയിം ചെയ്യുവാൻ വേണ്ടി കഴിയുമോ, സാധിക്കുമോ? ഒരിക്കലും നടക്കുകയില്ല. ഈ കടലിൻ്റെ ഒക്കെ അടിത്തട്ടിലൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. അവിടെ കണ്ട കാഴ്ചകളും വീഡിയോകളും ഒക്കെ വെളിയിൽ വന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കടലിൻ്റെ അടി മുഴുവനും അങ്ങനെയാണ് എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. കാരണം കടലിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. നോക്കണം, നാലിൽ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്ന ഈ വലിയ വിശാലമായ ഭൂമിയുള്ളൂ. 3 ഭാഗവും വിശാലമായ കടലാണ്. ഈ കടലിൻ്റെ ഓരോ ഭാഗത്ത് ചെന്ന് ഇറങ്ങുമ്പോഴും അടിത്തട്ടി ചെല്ലുമ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന 2-3 പേരും ഈ ആഴം കുറഞ്ഞ കടലിൻ്റെ അടിത്തട്ടിൽ ചെന്നു അവിടുത്തെ കുറെ കാര്യങ്ങൾ കണ്ടു, ഇതാണ് കടലെന്ന് വിചാരിക്കരുത്. ഈ കടലിൻ്റെ അടിത്തട്ട് മുഴുവനും ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും നിരൂപിക്കരുത്. കാരണം കടലിൻ്റെ ഓരോ ഭാഗങ്ങളിലും 1/2 കിലോമീറ്റർ മാറിക്കഴിയുമ്പോൾ, 1 കിലോമീറ്റർ മാറിക്കഴിയുമ്പോൾ, ഒരു 15 മീറ്റർ മുന്നോട്ട് മാറിക്കഴിയുമ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും അവിടെ നമ്മൾ കാണുന്നത്. ഈ കടലിൻ്റെ ഒന്നും അടിത്തട്ടൊന്നും ശരിക്കും ആരും കണ്ടിട്ടില്ല. കടലിൻ്റെ പസഫിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം 17 കിലോമീറ്ററാണ്, മറിയാന ട്രെഞ്ച്. അവിടെയൊന്നും ആർക്കും കടന്നു ചെല്ലാൻ കഴിയത്തില്ല. പൂര നിബിഡമായ അന്ധകാരമാണ്. അവിടുത്തെ തണുപ്പ് അതിഭയാനകമായ തണുപ്പാണ്. നമുക്കറിയാം, ഈ ടെറ്റനിക് എന്ന് പറയുന്ന താഴേക്ക് കടലിൻ്റെ അടിയിലേക്കും ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണുവാൻ വേണ്ടി പോയവരെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് വാർത്തകളൊക്കെ വായിച്ചു. അവരുടെ ആ പേടകം പൊട്ടിപ്പോകുവാനിടയായി തീർന്നു. ഈ കടലിൻ്റെ ആഴങ്ങളിലെ ആ തണുപ്പ് അവർക്ക് സഹിക്കുവാൻ കഴിയത്തില്ല. അതിനകത്തെ സമ്മർദ്ദങ്ങളും നോക്കണം. അതിൻ്റെ അടിത്തട്ടിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തുവാൻ ലോകത്തിലെ ഒരു രാജ്യങ്ങൾക്കും സാധിക്കത്തില്ല. കാരണം അങ്ങോട്ട് പോകാനേ കഴിയുകയില്ല. അത്രയ്ക്ക് വലിയ സമ്മർദ്ദമാണ്, പ്രഷറാണ് അവിടെ ഉള്ളതും. അത്രയ്ക്ക് ഭയങ്കര കൂരിരുട്ടാണുള്ളതും. അത് മാത്രമല്ല, ആ കൊടും തണുപ്പാണ്. ഈ കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഭയങ്കര തണുപ്പാണ്. അവിടെ ആർക്കും പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഈ കടലിൻ്റെ അടിയൊന്നും ആരും കണ്ടിട്ടില്ല. ഏതോ ഒരു ഫീച്ചറിൽ, ഏതോ ഒരു ഡോക്യുമെന്ററിക്കകത്തും, ഏതോ ഒരു നാഷണൽ ജിയോഗ്രഫിയിലും അനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ ഇത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അടി മുഴുവൻ ഇങ്ങനെയല്ല. നോക്കണം, ഈ കടലിൻ്റെ അടിയിലൊക്കെ അനേകം പവിഴങ്ങളും മുത്തുകളും രത്നങ്ങളും വിലയേറിയ സാധനങ്ങളുണ്ട്. ഈ ബൈബിളിലെ നിക്ഷേപങ്ങളൊന്നും ഒരിക്കലും എല്ലാവർക്കും പറക്കിയെടുത്ത് തീർക്കുവാൻ കഴിയത്തില്ല. കടലൊരു വലിയ, ഈ ബൈബിൾ ഒരു വിശാലമായ മഹാസമുദ്രമാണ്. ആഗ്രഹിക്കുകയാണെങ്കിൽ കർത്താവേ, ഇതിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ അറക്കണമേ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ എന്നെ സഹായിക്കുമാറാകണമേ. ഈ കണ്ടതും കേട്ടതും ഒന്നുമല്ല, എനിക്കിതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് കടന്നു പോകണം. ഇതിനകത്ത് നിന്നും വിലയേറിയ പവിഴങ്ങളും മുത്തുകളും രത്നങ്ങളും പറക്കിയെടുക്കുവാൻ. അതെ, പൗലോസ് പറയുന്നത് പോലെ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും, ഞാൻ ആരിൽ നിന്നുമല്ല പ്രാപിച്ചത്, ഞാൻ യൂട്യൂബിൽ നിന്നല്ല പ്രാപിച്ചത്, ഞാൻ ഡേക്ക് ബൈബിളിൽ നിന്നല്ല പ്രാപിച്ചത്, ഞാൻ ഡാനിയൽ ബൈബിളിൽ നിന്നല്ല പ്രാപിച്ചത്, അല്ലെങ്കിൽ 501 5001 പ്രസംഗങ്ങളിൽ നിന്നല്ല പ്രാപിച്ചത്. അതൊക്കെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നല്ലത് തന്നെയാണ്. പ്രസംഗ സഹായികളൊക്കെ ഉണ്ട്, അതൊക്കെ അത് വായിക്കുന്നതിനകത്തും അത് ശ്രദ്ധിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം പൊട്ടത്തരം കാണിക്കുന്നതിനേക്കാൾ ഈ ഒത്തിരിയും ദൈവദാസന്മാർ ഈ ശുശ്രൂഷ സഹായികളുടെ പുസ്തകമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചത് കൊണ്ട് എനിക്ക് ഒത്തിരി പ്രയോജനങ്ങൾ അതിനകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്നുമില്ലെങ്കിലും പൊട്ടത്തരങ്ങളൊന്നും കാണിക്കത്തില്ലല്ലോ. ഒരു ശവം അടക്കുമ്പോൾ ചെന്നിട്ട് കല്യാണത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കല്യാണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിവരക്കേടുകൾ വിളിച്ച് പറയാതിരിക്കുക. ഞാൻ ഓർക്കുന്നു, ഞാൻ ബഹറിലായിരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി നാട്ടിലേക്ക് വിടാൻ വേണ്ടി നോക്കണം, അവൻ പ്രാർത്ഥനയ്ക്ക് വരുന്നയാളായിരുന്നു, പക്ഷേ സ്നാനപ്പെടുന്നതിന് മുമ്പ് മരിച്ചു. അതുകൊണ്ട് സമുദായ പ്രകാരമുള്ള പള്ളിയിലെ അച്ഛൻ വന്നിട്ട് പ്രാർത്ഥിച്ച് ബോഡി വിടുകയാണ്. നോക്കണം, ആ ഹോസ്പിറ്റലിന്റെ മുമ്പിലും പെട്ടിക്കകത്ത് ഡെഡ് ബോഡി വെച്ചിട്ട് കർത്താവ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങൾക്ക് അന്നന്നത്തേക്കുള്ള ആഹാരം നൽകണമേ എന്ന്. ഇതൊക്കെ നോക്കണം, ഇതൊക്കെ പരിജ്ഞാനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഒരു ശവം നാട്ടിലേക്ക് വിടുമ്പം അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്.
അല്ലാതെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് അന്നന്നത്തേക്കുള്ള ആഹാരം തരണമെന്നൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, അത് ദൈവിക പരിജ്ഞാനത്തിന്റെ കുറവാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടി ശുശ്രൂഷ സഹായികളൊക്കെ വായിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നും ഞാൻ പറയുകയാണ്. എന്നാൽ നമ്മുടെ ശുശ്രൂഷകളെല്ലാം നമ്മൾ ആത്മാവിന്റെ നിറവിലായിരിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരമായിരിക്കണം. ആത്മാവിലുള്ള നടത്തിപ്പ് അത് വ്യത്യസ്തമാണ്. ചിലപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം പണ്ടത്തെ സഭായോഗങ്ങളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ആത്മാവിന്റെ പ്രവൃത്തി ഓരോ ദിവസങ്ങളും സഭയിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. നമുക്കറിയാം സാമുദായിക സഭകളിൽ എന്താ നടക്കുന്നത് ചോദിച്ചാൽ 5 വർഷങ്ങൾക്ക് മുമ്പും ഞായറാഴ്ച 10 മണിക്ക് എന്താണോ നടന്നതും അത് തന്നെ ആയിരിക്കും അടുത്ത 10 വർഷം കഴിഞ്ഞാണെങ്കിലും ഞായറാഴ്ച 10 മണിക്ക് നടക്കുന്നതും. ആ എഴുത്തുകളും ആ വായനയും ആ ചൊല്ലുകളും ഒന്നും ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ അക്ഷരത്തിന്റെ ആരാധനയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു സാമുദായികമായ ഒരു അനുഭവത്തിലേക്ക് ഇപ്പോൾ വിശ്വാസത്തോളവും മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ അടുത്ത ഞായറാഴ്ച 10 മണിക്ക് എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. 11 മണിക്ക് എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. 12:30 ആകുമ്പോൾ ഇത് എങ്ങനെ എന്തൊക്കെയായിരുന്നാലും 12:30 ആകുമ്പോൾ ഇത് അവസാനിക്കുമെന്നും നമുക്കറിയാം. ആത്മാവിന്റെ നടത്തിപ്പ്, ആത്മാവിന്റെ പ്രവൃത്തികളൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയിലെ ആത്മാവിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ, പരിശുദ്ധാത്മാവ് സഭയുടെ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ ഇടയായി തീരട്ടെ. ആത്മാവിന്റെ ചലനങ്ങൾ സഭയിൽ ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. അപ്പം ഇവിടെ പറയുകയാണ്, ആത്മാവിൽ നമ്മൾ ദരിദ്രരായിരിക്കണം. എത്ര ഭക്ഷിച്ചാലും എത്ര പ്രാപിച്ചാലും ഞാൻ ഒന്നുമായില്ല, ഞാൻ ഏതുമായില്ല എന്ന് ആ വിശപ്പോടുകൂടെ ദൈവസന്നിധിയിൽ നോക്കണം. ദൈവം പറയുന്നത് നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണം. പക്ഷെ ആത്മീയമായി നിങ്ങൾ ഒരിക്കലും എന്താകരുത്, ദരിദ്രരാകരുത്. അത് ഭയങ്കരമായ ഒരു ട്രാജഡി ആയിരിക്കും. ആത്മീയമായി നിങ്ങൾ എന്ത് ചെയ്യണം, സമ്പന്നരാകണം. ലൂക്കോസ് 12:21 വായിക്കുന്നു, ദൈവ വിഷയമായി നിങ്ങൾ സമ്പന്നരായി തീരണമെന്നും കർത്താവ് പറയുകയാണ്. 1 കൊരിന്ത്യർ 1:6 പറയുന്നു, സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നിങ്ങൾ സമ്പന്നരായി തീരണം. ലൂക്കോസ് നേരത്തെ വായിച്ചു 12:21, ദൈവ വിഷയമായി നിങ്ങൾ സമ്പന്നരാകണം. വീണ്ടും 1 കൊരിന്ത്യർ 1:6, സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നിങ്ങൾ സമ്പന്നരായി തീരണം. പിന്നീട് 1 കൊരിന്ത്യർ 1:7, അതെ, കൃപാവരത്തിൽ കുറവില്ലാത്തവരായി നിങ്ങൾ മാറണം. കൃപാവരങ്ങളിൽ നിങ്ങൾ സമ്പന്നരായി തീരണം. 2 കൊരിന്ത്യർ 9:11, 2 കൊരിന്ത്യർ 9:11, നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. ദൈവത്തിനു സ്തോത്രം. ദൈവ വിഷയമായി നിങ്ങൾ സമ്പന്നരാകും. 1 തിമത്തിയോസ് 6:18, സൽപ്രവൃത്തികളിൽ നിങ്ങൾ സമ്പന്നരായി തീരണം. നോക്കണം, നമ്മളും സമ്പന്നരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ ആത്മീയമായ ശുശ്രൂഷകൾക്ക് വേണ്ടി അത് പണമായിരുന്നാലും അതിലും നിങ്ങൾ സമ്പന്നരായി തീരണം. നിങ്ങൾക്ക് ആ അവസ്ഥയിൽ സമ്പന്നരായി കഴിയുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി അധികമായി കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്യുവാൻ ഇടയായിത്തീരും. കുറെ പണം കയ്യിലുണ്ടായതുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി അതിനുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെങ്കിൽ ആ പണം കൊണ്ട് എന്ത് പ്രയോജനമാണ്? നമ്മൾ ആത്മീയമായി സമ്പന്നരായി തീരണം, ദൈവ വിഷയമായി സമ്പന്നരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ധനികരായി തീരണമെന്നും ദൈവം പറയുന്നു. ഏത് രീതിയിലുള്ള ധനമാണ്? റോമർ 9:24, തേജസ്സിന്റെ ധനം നാം പ്രാപിക്കണം. റോമൻസ് 9:24, തേജസ്സിന്റെ ധനം. റോമൻസ് 11:33, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവും, ഇതിൽ നിങ്ങൾ ധനികരായി തീരണം. എഫേഷ്യൻസ് 1:18, അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, അവന്റെ അവകാശത്തിന്റെ മഹിമയുടെ ധനം നമ്മൾ പ്രാപിക്കണം. എഫേഷ്യൻസ് 2:6, കൃപയുടെ അത്യന്തമായ ധനം. എബ്രായർ 11:26, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം. നോക്കണം, നമ്മൾ ധനികരായി തീരണം, നമ്മൾ സമ്പന്നരായി തീരണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകപ്രകാരമുള്ള ധനമോ സമ്പത്തോ അല്ല,
മറിച്ച് ദൈവ വിഷയമായി അതിന് എന്തൊക്കെയായിരുന്നാലും ദൈവ വിഷയമായിട്ട് വരുമ്പോൾ അത് ആത്മീകമായിരുന്നാലും ഭൗതികമായിരുന്നാലും സകലത്തിലും സമൃദ്ധി സമ്പന്നരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതല്ലാതെയുള്ള സമ്പത്തോ ധനങ്ങളോ നശിച്ചു പോകും, അത് ഇല്ലാതെയായി പോകും, പിന്നെ അതിൻ്റെ ഓർമ്മ പോലും ഭൂമിയിൽ കാണുകയില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ പലപ്പോഴും പറയും, 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ധനികരായിരുന്നവരാരും ഇന്ന് ധനികരല്ല. ഇന്ന് ധനികരെന്ന് നമ്മൾ പറയുന്ന സോക്കോൾഡ് ധനികന്മാരും 50 വർഷം ഈ ഭൂമി ഉണ്ടെങ്കിൽ അവരാരും ധനികരായിരിക്കത്തില്ല. ഇത് ചക്രമെന്നാണ് പറയുന്നത്, ഈ പണത്തിന് പറയുന്നത്. ഇത് എങ്ങോട്ടൊക്കെ ഉരുണ്ടു പോകുമെന്നൊന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് നിലനിൽക്കാത്ത ഈ ധനത്തിൽ നിങ്ങൾ ഒരിക്കലും ആശ്രയിക്കരുത് എന്നും ദൈവം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണം, ആത്മീയമായി നിങ്ങൾ സമ്പന്നരായിരിക്കണമെന്നും ദൈവം നമ്മളോട് പറയുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണമെന്ന് പറയുന്നത്? കാരണം നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ ദാരിദ്ര്യമില്ലാത്ത ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ് തികഞ്ഞവരായി തീർന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കണം, ആത്മീകമായ നിഗളം ദൈവം വെറുക്കുന്നു. ഇന്ന് ആത്മീക ലോകത്ത് ഒത്തിരി നിഗളം അഹങ്കാരം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് പ്രാപിച്ചാൽ, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, എന്തെങ്കിലും ഒന്ന് നടന്നാൽ പിന്നെ ആളങ്ങ് മാറുകയാണ്. ഞാൻ എന്തോ ആണെന്നുള്ള ഒരു വിചാരം. ഒരു പ്രവചനവരം ലഭിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൃപ ലഭിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ വചനം വായിക്കുവാൻ ഒരു കഴിവ് ലഭിച്ചു കഴിഞ്ഞാൽ, പാടുവാൻ ഒരു കഴിവ് ലഭിച്ചു കഴിഞ്ഞാൽ ആളുകളെ താഴ്മ ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആളുകളെ താഴുന്നില്ല. ആളുകള് നിഗളിക്കുന്നതായിട്ടാണ്, അഹങ്കരിക്കുന്നതായിട്ടാണ്. ഒരാത്മീയമായ ഗർവം അവരുടെ ഉള്ളിലേക്ക്, ഞാൻ എന്തോ ആണെന്നുള്ള ഒരു ചിന്ത. ഒരാൾ പറയുകയാണ്, എഴുന്നേറ്റ് സാക്ഷ്യം പറയുകയാണ്, ഞാൻ 3 വർഷങ്ങളായിട്ടും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ടെന്ന് 3 വർഷമായിട്ട്. അത് പറയുമ്പോൾ താൻ ഏതോ ആണെന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത്. നല്ല കാര്യം, ഉപവസിക്കുന്ന നല്ല കാര്യം. അത് ദൈവത്തിന് നന്ദി പറയുകയല്ലേ? ദൈവത്തോട് കൃപ, ദൈവം തന്ന കരുണയോട് നമ്മൾ നന്ദി പറയുകയല്ലേ? അനേകർക്ക് ഒരു പ്രാവശ്യം പോലും ഉപവസിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെ. പിന്നെ കർത്താവ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെ നീതിയെയും കവിയണം, ഇല്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ പരീശന്മാരുടെ നീതി എന്ന് പറയുന്നാൽ? അതാ ന്യായപ്രമാണത്തിന്റെ നീതി. ഒന്ന് ന്യായപ്രമാണത്തിന്റെ നീതി, ഒന്ന് ക്രിസ്തുവിന്റെ നീതി. ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലത്തിലും പതാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 10-1 കറക്റ്റായിട്ട് ഒരു തട്ടിപ്പും വെട്ടിപ്പും കാണിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പരീശൻ? ദശാംശം കൊടുക്കുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ദിവസമാണ് ഉപവസിക്കുന്നത്. നമ്മള് വീരവാദം മുഴക്കുന്നതും ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നതാണ്. പരീശൻ ആഴ്ചയിൽ 2 ദിവസമാണ് ഉപവസിക്കുന്നത്. കിട്ടുന്നതിനകത്തെല്ലാം ദശാംശം കൊടുക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരീശന്മാരുടെയും ഈ ന്യായശാസ്ത്രിമാരുടെയും നീതിയേക്കാൾ എന്ത് ചെയ്യണം, കവിയണമെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. പക്ഷേ അവരിത് ചെയ്യുന്നുവെങ്കിലും അത് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് പ്രകടനത്തിന് വേണ്ടിയാണ് കാണിക്കുന്നത്, പ്രശംസയ്ക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. പള്ളിയിലെ വന്ദനം, അങ്ങാടിയിൽ വന്ദനം, പള്ളിയിൽ മുഖ്യാസനം, അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. എന്നാൽ കർത്താവ് പറയുന്നുണ്ട് 23-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിലും, ന്യായം, കരുണ, വിശ്വസ്തത, ന്യായപ്രമാണത്തിൽ ഏറ്റവും കനവേറിയത് എന്ത് ചെയ്യുന്നു? അവർ ത്യജിച്ചു കളയുകയാണ്. അവരൊരിക്കലും ന്യായം പ്രവർത്തിക്കത്തില്ല. അവർക്കൊരിക്കലും കരുണയില്ലാത്തവരാണ്. അവരൊരിക്കലും വിശ്വസ്തരല്ല. മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവർ പലതും ചെയ്യുന്നുണ്ട്, ദിഖാവട്ട് കേലിയും. എന്നാൽ ദൈവം അത് വെറുക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നതും, നോക്കണം, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം എന്ത് ചെയ്യും? താഴ്ത്തപ്പെടും. കർത്താവ് പറഞ്ഞു, വലങ്കൈ ചെയ്യുന്നത് എന്താണെന്ന് ഇടങ്കൈ അറിയുവാൻ പാടില്ല. ഇന്ന് നോക്കണം,
സ്വന്തം സഭയിൽ ആഹാരം കഴിക്കാനില്ലാത്തവനും 5 രൂപ കൊടുത്ത് സഹായിക്കത്തില്ല, 50 രൂപ കൊടുക്കത്തില്ല. കൺവെൻഷൻ സ്റ്റേജിലും 5 ലക്ഷമാണ് ഓഫർ ചെയ്യുന്നത്. 5 ലക്ഷം. കാരണം മുഴുവൻ മാഗസിന് ലോകം മുഴുവൻ അറിയും, ഈ അച്ചായൻ 5 ലക്ഷം രൂപയാണ് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുക. ഇയാളെ പോലെ മഹാമനസ്കനായിട്ടുള്ള ആരുമില്ല. തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരന്, റബ്ബർ വെട്ടുകാരനും കൊച്ചിന് സ്കൂളിൽ ഫീസ് അടയ്ക്കുവാൻ ഇല്ലെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയൂ? അത് ചെയ്യത്തില്ല. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് കർത്താവ് പറഞ്ഞു, നീ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. മനുഷ്യരുടെ മുമ്പാകെ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പാണ്. ഈ മനുഷ്യരുടെ മുമ്പാകെ ഉന്നതനാകുവാൻ വേണ്ടി ആരൊക്കെ ശ്രമിക്കുന്നുവോ, നീ തെരുവിൽ എന്ത് ചെയ്യരുത്, കാഹളം മുഴക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രതിഫലം ഇവിടെ കിട്ടിപ്പോയി, മുകളിലങ്ങ് ഒന്നും കാണത്തില്ല, ഒന്നും കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, നാം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ പേരിന് വേണ്ടിയാണെങ്കിൽ, നമ്മുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ, നമുക്ക് ലൈക്ക് കിട്ടുവാൻ വേണ്ടിയാണെങ്കിൽ ഓർത്തുകൊള്ളുക, മുകളിൽ നിങ്ങൾക്ക് വട്ടപൂജ്യമായിരിക്കും കിട്ടാൻ പോകുന്നതും. കർത്താവ് ഒരു ദിവസം പറയും, ഐ ഡി നോട്ട് നോ യു, യു ഈവിൾ ഡൂവേഴ്സ്, ഡിപ്പാർട്ട് ഫ്രം മീ. അധർമ്മം പ്രവർത്തിക്കുന്നവരെയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, എന്നെ വിട്ടു പോവും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. കർത്താവ് പറയും, ഒരു നാളും ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഡിപ്പാർട്ട് ഫ്രം മീ യു ഈവിൾ ഡൂവേഴ്സ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെയും എന്നെ വിട്ടു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവ് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലായിരിക്കണം നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ജഡം ഒരിക്കലും അനുവദിക്കത്തില്ല. നമ്മൾ 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജഡം പറയുകയാണ്, അത് ആരെങ്കിലും ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. അത് 10 പേരെങ്ങനെയെങ്കിലും അറിയണമെന്നുള്ള ആ ത്വരയാണ്, ആ ആവേശമാണ്. അതെന്തുകൊണ്ടാണെന്നറിയാം? മുകളിൽ പോകുമെന്നൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല. മുകളിൽ പോകുമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. ദൈവരാജ്യത്തിൽ താമസിക്കുമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് മറ്റുള്ളവർ അറിയണമെന്നുള്ള ആഗ്രഹം, ഒരാളെങ്കിലും അത് അറിയണമെന്നുള്ള ആഗ്രഹം. ശ്രദ്ധിക്കുക, ഇത് ഭയങ്കര ചതിയാണ്. ഇത് സാത്താന്റെ ഒരു വലിയ വഞ്ചനയാണ്. ഇതിനെ ജയിക്കണം. അങ്ങനെ നിങ്ങളും എന്തെങ്കിലും ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റാരെങ്കിലും അറിയണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം വരികയാണെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മൾ പരാജയപ്പെട്ടു പോയി. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ജയിക്കണം. ദൈവം കൃപ തരും. ഒരിക്കലും ഞാൻ ഒരു വലിയ എമൗണ്ട് ഒരു സ്ഥലത്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ മാഗസിനകത്ത് ഞങ്ങൾ ഇത് പ്രിന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ പണം ഞാൻ തിരിച്ചു തന്നാൽ മതി. പണം നിങ്ങൾ തിരിച്ചു തരിക, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പലപ്പോഴും നോക്കണം, ദൈവം നമുക്ക് കൃപ തരും. നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് കൃപ തരും. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി ഒന്നും ചെയ്യരുത്. കർത്താവ് പറയുന്നു, നിങ്ങൾ ആത്മാവിൽ വിശപ്പുള്ളവരായിരിക്കണം, ദാഹമുള്ളവരായിരിക്കണം, ആർത്തിയുള്ളവരായിരിക്കണമെന്ന് ദൈവം പറയുകയാണ്. നോക്കണം, ബൈബിളിലെ നമ്മളെല്ലാവരും ഇപ്പോഴെല്ലാവരും ശ്രേഷ്ഠദാസന്മാരാണ്. ഏത് സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാലും കർത്താവിന്റെ ശ്രേഷ്ഠത. ബൈബിളിൽ എവിടെയും ശ്രേഷ്ഠദാസൻ എന്നുള്ളൊരു പദവിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുക. കർത്താവ് വിശ്വസ്തനായ ദാസനെ എന്നാണ്, അല്ലെങ്കിൽ നല്ലവനായ ദാസനെ എന്നുണ്ട്, വിശ്വസ്തനായ ദാസനെ എന്നുണ്ട്. ശ്രേഷ്ഠദാസൻ എന്ന് എവിടെയും ഇല്ല. ഹല്ലേലൂയ. ഇല്ലാത്ത കുറെ വാക്കുകളും പിന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. റവറന്റ് എന്നുള്ള വാക്ക് ഇന്ന് ആർക്കും പാസ്റ്റർ എന്ന് എഴുതുവാൻ വേണ്ടി നാണക്കേടാണ്. പാസ്റ്റർ എന്ന് എഴുതിയ എന്തോ ബിലോ ഡിഗ്നിറ്റിയാണ്. എല്ലാവരും ഈ എല്ലാ ഞാനൂലികളും ഇപ്പൊ റവറന്റ് എന്നാണ് എഴുതുന്നത്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് പോലും, അതിന്റെ അർത്ഥം ഞാൻ പോയി ഡിക്ഷണറിയിൽ ചെക്ക് ചെയ്തപ്പം വർതി ഓഫ് റെവറൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധി, ആരാധ്യൻ, വർഷിപ്പ്, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിന് കൊടുത്തിരിക്കുന്നത്.
എന്നിട്ട് ഞാൻ ആ കമന്ററിക്ക് അത് വായിച്ചും, ഈ പേരെടുക്കുവാൻ മനുഷ്യർക്ക് ആർക്കും എന്തില്ല, അവകാശമില്ല. ദൈവം കർത്താവായ യേശുവിന് മാത്രമേ ആ പേരെടുക്കുവാനായിട്ട് അവകാശമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പലരെയും തിരഞ്ഞെടുത്തു. എങ്ങനെയുള്ളവരെയാ തിരഞ്ഞെടുത്തെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 4:15 പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇതിനകത്ത് റവറൻ്റായിട്ട് ആരെങ്കിലും തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഈ കർത്താവ് പറയാത്തത് എന്തിനാണ് നമ്മൾ ഇതിനകത്തൊക്കെ പോയി? കർത്താവ് നിങ്ങളെ റവറൻ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. ഇവിടെ പറയുന്നു അപ്പോസ്തലന്മാർ, അപ്പോസ്റ്റൽ, പ്രവാചകന്മാർ, പ്രോഫറ്റ്, സുവിശേഷകന്മാർ, ഇവാഞ്ചലിസ്റ്റ്, ഇടയന്മാരും, അതിന് ഷെപ്പേർഡ് എന്നാണ്. പിന്നെ എന്തുകൊണ്ട് അത് പാസ്റ്ററായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കണം, ദ വേർഡ് പാസ്റ്റർ ഡിവൈസസ് ഫ്രം ദ ലാറ്റിൻ നൗൺ പാസ്റ്റർ വിച്ച് മീൻസ് ഷെപ്പേർഡ്. ലാറ്റിനിലെ ഷെപ്പേർഡ് എന്നുള്ളതിൻ്റെ പേരാണ് ഈ പാസ്റ്റർ എന്നുള്ളത്. പാസ്റ്റർ എന്നുള്ള പേരെടുക്കുന്നത് ബൈബിളിനകത്തുള്ളതാണ്. ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സും, ഇങ്ങനെ 5 കാറ്റഗറി മാത്രമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് റവറൻ്റ് എവിടെ വന്നു? എൻ്റെയും നോട്ടീസ് അടിക്കുമ്പോൾ എൻ്റെയും പേരിലൊക്കെ റവറൻ്റ് എന്നൊക്കെ അടിച്ചു വരും. എനിക്ക് ഫോട്ടോ കൊടുക്കുന്നത് തന്നെ വെറുപ്പാണ്. ആര് കാണാൻ? ഈ നമ്മുടെ മോന്ത കണ്ടിട്ടാണോ, നമ്മുടെ ഈ വലിയ ഗ്ലാമർ കണ്ടിട്ടാണോ ആളുകൾ വചനം കേൾക്കേണ്ടത്? ഈ ഫോട്ടോ ചോദിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം പോലാണ്. എന്ത് റവറൻ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ നമ്മൾ ഉരുകി അങ്ങ് പോവുകയാണ്. പക്ഷെ ഇവരൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഫോട്ടോ ഇടണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പം അവർ 1000 ന്യായങ്ങൾ അടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. അപ്പം പിന്നെ ഇപ്പം എന്ത് ചെയ്യും? ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അവർ തലയ്ക്കകത്തോട്ട് കയറത്തില്ല. ഇപ്പോൾ പലരും ഈ ആളുകളുടെ ഫോട്ടോ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യുന്നത്. കർത്താവ് ആരിലൂടെയാണെങ്കിലും കർത്താവ് എന്നോട് സംസാരിക്കുമെന്നുള്ള ഒരു ചിന്തയൊന്നും ഹൃദയത്തിലില്ല. പ്രിയപ്പെട്ടവർ, ആത്മീക നിഗളം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം വെറുക്കുന്നു. കർത്താവ് പറയുകയാണ്, ദൈവം നിഗളികളോട് എന്ത് ചെയ്യുന്നു? എതിർത്ത് നിൽക്കുന്നു. മത്തായി 23:11 പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പലരും ആത്മീയ അഹങ്കാരമാണ്, ആത്മാവിൻ്റെ നന്നായിട്ടൊന്ന് കൈയടിച്ച് ആരാധിക്കുകയാണെങ്കിൽ അവിടെയും ഞാൻ ഏതുവാണെന്നുള്ള ഒരു ചിന്ത. പറയുന്നത് എന്താണ്? ഒരാഴ്ച ഞാൻ ആ സഭയിൽ പോയില്ലെങ്കിൽ അവിടെ ഒരു ചലനമില്ലെന്ന്, അവിടെ ഒരു ജീവനില്ല, ഞാൻ ചെന്നില്ലെങ്കിൽ അറിയാം അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് അവിടുത്തെ എല്ലാമാണെന്നുള്ളൊരു ചിന്തയാണ്. ഞാനൊരു ആരാധനാ വീരനാണ്. അയ്യോ, കഴിഞ്ഞ ആഴ്ച ആന്റിയുടെ ആരാധന എന്തോ ഒരു ഭയങ്കര ആരാധനയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ആന്റി അങ്ങ് പൊങ്ങുകയാണ്, ഞാൻ ഏതോ ഒരു ആരാധനാ വീരയാണ്. അയ്യോ ബ്രദറിന്റെ പാട്ട് എന്തുവായിരുന്നു, പുള്ളി അങ്ങ് മതിമറക്കുകയാണ്, ഞാൻ എന്തോ വലിയ ആളാണ്, എൻ്റെ പാട്ട് പോലെ ആരും വേറെ പാട്ടൊന്നുമില്ല, എൻ്റെ പ്രാർത്ഥന പോലെ. ഞാൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥനയാണ്, സ്വയം നിഗളമാണ്. ഇതൊക്കെ ദൈവം നോക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എത്രയോ പേര് പ്രാർത്ഥിക്കാൻ കൊതിക്കുന്നെന്നറിയാമോ? നമുക്ക് നമുക്കൊരു നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുവെങ്കിൽ എത്രത്തോളം നാം ദൈവത്തിന്റെ സന്നിധിയിൽ താഴണമെന്നറിയാമോ? നമ്മൾ പാടുന്നുവെങ്കിൽ ദൈവസന്നിധി താഴണം. നമുക്ക് ദൈവവചനം പ്രഘോഷിക്കുവാൻ എത്രയോ ആയിരങ്ങൾ ആഗ്രഹിക്കുന്നറിയാമോ? അതിന്റെ നടുവിൽ നിന്ന് ദൈവവചനം ഘോഷിക്കുവാൻ ദൈവം നമുക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ ദൈവം ആ കൃപ തന്നതിന്, ആ കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഞാൻ തിരുവനന്തപുരത്ത് ഇവിടെ ദൈവസഭയിലുള്ള ഒരു ബ്രദറിന്റെ വീട്ടിൽ പോയപ്പോൾ അടുത്ത വീട്ടിൽ, ടൗണിലാണ്, അടുത്ത വീട്ടിൽ ഒരു മനുഷ്യൻ, പുള്ളി ഒരു ഗസറ്റഡ് ഓഫീസറാണ്. അദ്ദേഹം കുളിച്ചിട്ട് വന്നിട്ട് ഒരു തുവർത്തൊക്കെ ഉടുത്തിട്ട് വന്നിട്ട് ഒരു ഗണപതിയുടെ മുമ്പിലും താൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് ചെവിക്കകത്ത് പിടിച്ചിട്ട് താഴെ വീഴുക. ഇങ്ങനെ കുനിയുന്നു നുവരുന്നു. എത്ര പ്രാവശ്യം? 1, 2, 3 പ്രാവശ്യമല്ല. താൻ ആ വിഗ്രഹത്തിന്റെ മുമ്പാകെ എന്ത് ചെയ്യണം?
താൻ ഏത്ത വിടുകയാണ്, നിലമ്പാട് വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, ഏത്ത വിടുന്നു. നോക്കണം, വെറും ഒരു ബിംബത്തിന്റെ മുമ്പാകെയും ഒരു മൂർത്തിയുടെ മുമ്പാകെയും ആ മനുഷ്യൻ എത്രത്തോളം താഴ്മയോടുകൂടെ തൻ്റെ എല്ലാ ഔദ്യോഗിക പദവികളെക്കാളും അധികമായി താൻ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വീണ് താൻ ഒന്നുമല്ല എന്ന് സമ്മതിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ആത്മീകമായ നിഗളം ദൈവം വെറുക്കുന്നു. നമ്മൾ പറയേണ്ടത് ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ആരാധിക്കുമ്പോൾ മാറ്റമുണ്ടാകുന്നത് ഒരിക്കലും ദൈവത്തിനല്ല. നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം ഒരിക്കലും കൂടുന്നില്ല. നാം ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കുറയാനും പോകുന്നില്ല. ഇപ്പൊ നോക്കിക്കൊള്ളുക, ഭൂമിയിലുള്ളവരാരും ദൈവത്തെ ആരാധിക്കുന്നില്ല. എല്ലാവരും പിശാചിനെയാണ് സേവിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം ഒരിക്കലും കുറയാൻ പോകുന്നില്ല. നമ്മൾ ഈ ഭൂമിയിലുള്ളവരെല്ലാവരും ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ മഹത്വം കൂടാൻ വേണ്ടി പോകുന്നില്ല. ദൈവം മഹത്വവാനായിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മാറ്റമുണ്ടാകുന്നത് ഒരിക്കലും ദൈവത്തിനല്ല, മനുഷ്യനാണ് മാറ്റമുണ്ടാകുന്നത്. നാം കൂടുതൽ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ കൂടുതൽ നാം ദൈവത്തോട് കടപ്പെട്ടവരാണ്. നാം കൂടുതൽ ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടവരാണ്. കൂടുതൽ ദൈവസന്നിധിയിൽ നാം താഴേണ്ടവരാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നന്ദിയോടെ സ്തോത്രം. ഒരിക്കലും നമുക്ക് ബൈബിളിൽ തികഞ്ഞവരായി, ക്രിസ്തുവിൽ നമ്മൾ തികഞ്ഞവരായി തീരണം. ബൈബിളിലെ ജ്ഞാനത്തിൽ കർത്താവിൻ്റെ ജ്ഞാനത്തിന്റെ ആഴം ദൈവം നമുക്ക് തരും. ഓരോരുത്തർക്കും അവർക്ക് ഓരോ കൃപ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ദൈവം എന്ത് ചെയ്യും? ദൈവം പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, കോഴി ഒരു ചെറിയ മുട്ടയിടും. കോഴി ഒരു ചെറിയ മുട്ടയിട്ട് കഴിയുമ്പോൾ വീട്ടുകാർ വിചാരിക്കും, എന്നാൽ മുട്ടയിട്ടതല്ല, ഇനി ഇച്ചിരി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. കുറെ അരിയോ ഗോതമ്പോ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് അരിയും വേണ്ട, ഗോതമ്പും വേണ്ട. ഈ കോഴി നേരെ പുരയുടെ മുകളിലേക്ക് കയറുകയാണ്. പുരപ്പുറത്ത് കയറി നിന്നിട്ട് അങ്ങോട്ട് കൂവാൻ വേണ്ടി തുടങ്ങും. എന്നിട്ട് ഈ കോഴിയുടെ കൂവല് കേൾക്കുമ്പോൾ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം, പള്ളത്തെ വീട്ടിലെ കോഴി മുട്ടയിട്ടു. നാട് മുഴുവൻ അറിയും, ഒരു ചെറിയ മുട്ടയിട്ടിട്ട് ഇത് വിളിച്ചു കൂവുകയാണ്. എന്നാൽ നോക്കണം, താറാവ് മുട്ടയിടും, വലിയ മുട്ടയിടും. കോഴിയുടെ മുട്ടയേക്കാൾ വലിയ മുട്ട ഇട്ടിട്ട് ഒന്നും ഞാൻ അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? താറാവ് പോകും. ഈ പിശാജ് അങ്ങനെയാണ്. പിശാജിന്റെ പരിപാടികളൊന്നും ഘോഷിക്കപ്പെടുന്നില്ല, പക്ഷെ അവൻ വലിയ മുട്ടയിട്ടിട്ട് ആരും അറിയാതെ പോകും. എന്നാൽ ഇവിടെ ദൈവമക്കൾ എന്നൊക്കെ പറയുന്ന നമ്മളും ചെറിയൊരു കാര്യത്തെ ദൈവം നമ്മളെ ഒന്ന് ചെറുതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴെയൊന്നും നിൽക്കത്തില്ല. കോഴിയുടെ കൂട്ട് മുകളിൽ കയറി നിന്നിട്ട് അങ്ങോട്ട് ഘോഷിക്കുകയാണ്. നോക്കണം, സാത്താന്റെ തന്ത്രങ്ങളെ നാം എന്ത് ചെയ്യണം? നന്നായിട്ട് തിരിച്ചറിയണം. ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വന്നിട്ട് കതകടച്ചിട്ട് ദൈവസന്നിധിയിൽ കുറച്ച് നിമിഷമെങ്കിലും ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. അത് ചെറിയ മീറ്റിംഗ് ആയിരുന്നാലും വലിയ മീറ്റിംഗ് ആയിരുന്നാലും കോട്ടേജ് പ്രയർ ആയിരുന്നാലും, അങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഓർക്കുക, ഓരോ മീറ്റിങ്ങുകളിലും മാറ്റങ്ങൾ വരുവാൻ വേണ്ടി തുടങ്ങും. കർത്താവെ, നീ എന്നെ ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ യോഗത്തെ ദൈവമേ, വചനം പറയുവാൻ എന്നെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ദൈവമേ, എന്നെ വീണ്ടും ഉപയോഗിക്കണമേ. വിടുതലിന്റെ ശുശ്രൂഷകൾ എന്നിലൂടെ നടക്കണം കർത്താവേ. വചനം വെറും വചനമായിട്ട് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതിനകത്ത് ശക്തി വെളിപ്പെടണം, ജീവൻ വ്യാപരിക്കണം. വചനത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവശക്തി അത് വെളിപ്പെടണം. ദൈവസന്നിധിയിൽ നമ്മൾ ഓരോ യോഗം കഴിഞ്ഞിട്ട് നമ്മളെന്തുവാ, യോഗം കഴിഞ്ഞിട്ടും ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ വർത്തമാനങ്ങളാണ്. പിന്നെ യോഗത്തേക്കാൾ ഇരട്ടി സമയം നമ്മൾ വർത്താനം പറഞ്ഞ് അവിടെ നിൽക്കും. എന്നിട്ട് വരും, ചിലപ്പം നമുക്ക് ഒരു 10 മിനിറ്റ് പോലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയത്തില്ലായിരിക്കും. നമ്മൾ ക്ഷീണിതരായിരിക്കും, നമ്മൾ വേഗത്തിൽ ബെഡിലേക്ക് പോകും. കർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, പ്രശംസിപ്പാനായിട്ട് നമുക്കൊന്നുമില്ല. 1 കൊരിന്ത്യർ 4:7 വായിക്കുന്നു, 1 കൊരിന്ത്യർ 4:7 വായിക്കുന്നു, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? കർത്താവല്ല ഇത് തന്നത്. ഇത് നമ്മുടെ ഒന്നുമല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. നമ്മൾ പോയി മാർസിയിൽ നിന്നൊന്നും കൊണ്ടുവന്നതല്ല. എങ്ങു നിന്നും നമുക്ക് ഇത് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ഇത് ദൈവമാണ്. നമ്മൾ പറയുന്ന ദൈവവചനം കേട്ട് ഒരാൾ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ കഴിവല്ല.
നമ്മൾ ഇനി എത്ര ജ്ഞാനത്തോടുകൂടെ പറഞ്ഞെന്ന് പറഞ്ഞാലും ബുദ്ധിയോടുകൂടെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പാപി മാനസാന്തരപ്പെടത്തില്ല. നമ്മൾ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ഒരു പാപി കരയുന്നുവെങ്കിൽ, ഒരാൾ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ ആത്മാവിലല്ലാതെ ഒരു പാപി മാനസാന്തരപ്പെടുകയില്ല. അപ്പൊ കർത്താവ് ചോദിക്കുകയാണ്, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി തീർന്നു. വീണ്ടും 1 കൊരിന്ത്യർ 1:31 പറയുന്നു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആ ഒരു ദാരിദ്ര്യം, ആ ഒരു വിശപ്പ്, ആ ഒരു ദാഹം എപ്പോഴും മരണം വരെയും നമുക്കുണ്ടായിരിക്കട്ടെ. ഞാൻ ഒന്നുമായില്ല, ഞാൻ ഏതുമായില്ല, കർത്താവേ എന്നെ വീണ്ടും നിറയ്ക്കണമേ, എന്നെ വീണ്ടും നിറയ്ക്കണമേ, എനിക്ക് വീണ്ടും അറിയണം, എനിക്ക് വീണ്ടും ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. വിലയേറിയ പവിഴങ്ങളും മുത്തുകളും രത്നങ്ങളും ഒക്കെ പറക്കിയെടുത്ത് കർത്താവെ ലോകത്തിന് കൊടുക്കുവാൻ, മനുഷ്യർക്ക് കൊടുക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.